പോത്തില്ലേ? ഞാൻ പോവും. സാധനം മേടിക്കാൻ പോകും. പിന്നെ ഇവിടെ പെണ്ണുങ്ങൾ വണ്ടി മേടിക്കുന്നത് കുറവാണോ? കുറവാ. എല്ലാരും അതാണ് നോക്കിയിരിക്കും. എനിക്ക് തോന്നുന്നു ഞാൻ ഒറ്റ വെള്ളത്തിനൊന്നും കണ്ടില്ല ഇവിടെ. ഇത് ഫുള്ള് അങ്ങ് വരെ റെക്കോർഡ് ചെയ്യാനാണോ? റൈറ്റ് റൈറ്റ്. വഴി അറിയത്തില്ലല്ലോ പറഞ്ഞു. നേരെയാ? ആ സ്ട്രെയിറ്റ് എന്നിട്ട് റൈറ്റ്. ഇതുകൊണ്ടാണ് വണ്ടി നമ്മുടെ റെഡ് കാണുന്നത് നമ്മുടെ വണ്ടിയാണ്. സ്ട്രെയിറ്റ് എന്നിട്ട് റൈറ്റ് അല്ലേ? ആ ഇത് കഴിഞ്ഞ വർഷം പിള്ളേരുടെ വെക്കേഷന്, സമ്മർ വെക്കേഷന് ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നൊരു വീഡിയോ ആയിരുന്നു. അതായത് ഉണ്ണിച്ചേട്ടൻ തിരുനെൽവേലിയിലായിരുന്നു അപ്പോൾ സമയത്ത്. ഞാനും മാധവും നീരവും കൂടി ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് തിരുനെൽവേലിക്ക് പോയി. ഇവരുടെ സ്കൂൾ അടച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇവരെ രണ്ടുപേരെയും കൊണ്ട് ഒറ്റയ്ക്ക് പോകുന്ന ഒരു ലോങ് ജേർണി ആയിരുന്നു അത്. പക്ഷെ അതിൻ്റെ ആ ഒരു ജേർണിയുടെ ഒരു ക്ലൈമാക്സ് എന്ന് പറഞ്ഞത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്ലൈമാക്സ് ആയിരുന്നു. തിരുനെൽവേലി എന്ന് പറയുന്ന സ്ഥലവും അവർ താമസിച്ച വീടും ഒക്കെ ഞാൻ ഇതിന് മുൻപിട്ടൊരു വീഡിയോയിൽ ആ വീടൊക്കെ കാണിക്കുന്നുണ്ട്, ഉണ്ണിച്ചേട്ടൻ്റെയൊക്കെ വീട്. അത് പഴയ ഒരു വീടാണ്. ശരിക്കും നല്ലൊരു ആംബിയൻസ് ആണ്, നല്ലൊരു വീടായിരുന്നു. ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു അത്. നമുക്ക് എന്തോ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു പോസിറ്റിവിറ്റി തോന്നുന്ന പോലത്തെ ഒരു വീടായിരുന്നു. അതുമാത്രമല്ല, ഇതിനു മുമ്പ് ഉണ്ണിച്ചേട്ടനൊക്കെ മധുരയിലായിരുന്ന സമയത്തും ഒരു മധുരൈ നമുക്ക് വളരെ സ്പെഷ്യലാക്കിയത് ഉണ്ണിച്ചേട്ടൻ്റെയൊക്കെ അവിടുത്തെ അങ്ങോട്ടുള്ള ട്രാൻസ്ഫർ ആയിരുന്നു. മധുരയും ഞങ്ങൾക്ക് ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവർ താമസിച്ച വീടും നമുക്ക് വളരെ ക്ലോസ് ടു ഹാർട്ടായിരുന്നു. ആ വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കയറി കാണാം. മധുരയിലേക്കുള്ള ഞങ്ങളുടെ ട്രിപ്പും തിരുനെൽവേലിയിലേക്കുള്ള ഫസ്റ്റ് പാർട്ടും ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെന്നതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ അച്ഛനും അമ്മയും തിരുനെൽവേലിയിൽ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ജോലിക്ക് പോകേണ്ടത് കൊണ്ട് ഞാൻ 2 ദിവസം അവിടെ നിന്നിട്ട് ഞാൻ തിരിച്ചു പോന്നു, ഇവരവിടെ നിർത്തിയിട്ട്. പിന്നെ മാധവും നീരവും അമ്പലപ്പുഴയിലേക്ക് അച്ഛനും അമ്മയുടെയും കൂടെയാണ് തിരിച്ചു വന്നത്. അന്ന് രാത്രിയിൽ ഞാൻ ചെന്ന ദിവസം രാത്രിയിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു സിനിമയ്ക്കൊക്കെ പോയി. അവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ആ ഫുഡ് കഴിക്കാൻ പോയതാണ് നിങ്ങൾ കണ്ടത്. അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ദിവസം എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡേ, നാളെ എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് വരേണ്ട ദിവസമാണ്. അത് കുറച്ച് ബിസി ഡേ ആണ്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. പോകുന്ന വണ്ടിയിലാണ് ഞങ്ങളുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് ന്യൂക്ലിയർ ടീമുകളും ആ വണ്ടിക്കകത്തുണ്ട്. അമ്പലത്തിൻ്റെ പേര് ഞങ്ങൾ നെല്ലൈപ്പർ കോവിൽ അമ്പലത്തിൽ പോവുകയാണ്. അവിടെ അമ്പലത്തിലൊന്ന് തൊഴണം. പിന്നെ ഇച്ചിരി ഷോപ്പിങ്ങും ഒക്കെ ചെയ്യണം. ഷോപ്പ് ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല കടകളൊക്കെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ബാഗ് വേണം ആശിച്ച് കൊടുത്തിട്ടു. എൻ്റെ കൂടെ കമ്പാനിയനായിട്ടുള്ളത് ആശ്രിതയാണ്. ആശ്രിച്ച് എന്നെ തോളത്തോട്ട് കയറിയിരിക്കും ബ്രേക്ക് പിടിക്കുമ്പോൾ. ഒരു മഴ മതി. ഒന്ന് പോകും. ആ കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് പിടിച്ച വശം ഞാൻ വെച്ചേക്കാം.
തിരുനെൽവേലിയിലെ സ്വാമി നെല്ലയ്യപ്പർ തിരുക്കോവിൽ എന്ന ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ പോയി. അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രമാണ് നെല്ലയ്യപ്പർ ക്ഷേത്രം. ശിവൻ നെല്ലയ്യപ്പർ എന്ന പേരിലും വേണുവാണനാഥൻ എന്നും അറിയപ്പെടുന്നു. ഭക്തർ പാർവതിയെ കാന്തിമതി അമ്മൻ ആയി ചിത്രീകരിച്ചിരിക്കുന്നു. തിരുനെൽവേലി ജില്ലയിലെ താമിരഭരണി നദിയുടെ വടക്കൻ കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ലാസിക്കൽ ഡാൻസിൻ്റെയും മറ്റും വിവിധ കലാരൂപങ്ങളുടെയും ഒരു പ്രധാന കേന്ദ്രമാണിത്. കുറേ സമയമെടുക്കും നമ്മളിത് ഫുള്ള് കണ്ട് തൊഴുതിറങ്ങണമെങ്കിൽ. ഏകദേശം ഒരു മണിക്കൂർ എടുക്കും. എന്നെ സംബന്ധിച്ച് എനിക്ക് അത് വളരെ ഒരു ബിസി ആയിട്ടുള്ള ഡേ ആയിരുന്നു. കാരണം ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് തൃശ്ശൂരിലേക്ക് പോകുന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഓടിച്ചാടി നടന്ന് എല്ലാം ഒന്ന് കണ്ടും കേട്ടും ഒക്കെ ഇറങ്ങേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഇതല്ലേ ഇതുപോലെ തന്നെയാണ് നമ്മൾ മധുരയിൽ പോയപ്പോൾ ഒരു അളകർ കോവിൽ എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിൽ പോയായിരുന്നു. അതും ഏതാണ്ട് ഈ അമ്പലം പോലെ തന്നെയാണ്. ഇതുപോലെ വലിയ സ്റ്റോണിലുള്ള കൺസ്ട്രക്ഷനാണ് അവിടെയും. അമ്പലത്തിനകത്തേക്ക് കയറുമ്പോൾ നമുക്ക് പുറത്തെ ഒരു ക്ലൈമറ്റേ അല്ല. പുറത്ത് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അകത്ത് നല്ലൊരു തണുപ്പാണ്. ഇങ്ങനെ അവിടെ ഓം നമഃ ശിവായ എന്നുള്ള ഒരു ചാൻറ്റിങ് മാത്രം നമുക്ക് കേൾക്കാൻ പറ്റും. അളകർ കോവിൽ എന്ന് പറഞ്ഞ ക്ഷേത്രവും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്ഷേത്രമാണ്. അവിടെയും ഇതേ ആംബിയൻസ് തന്നെ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ. അത് നമ്മുടെ യൂട്യൂബിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്, അളകർ കോവിൽ. അതായത് മധുര മീനാക്ഷിയുടെ ബ്രദറിൻ്റെ പേരാണ് അളകർ എന്നുള്ളത്. അതിൻ്റെ ഒരു അമ്പലമായിരുന്നു അത്. എന്തായാലും ഈ തമിഴ്നാട്ടിൽ എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലെ അമ്പലങ്ങളൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. ഇത്രയും വലിയൊരു കൺസ്ട്രക്ഷനും ഈ സ്റ്റോണിൽ ചെയ്ത കുറേ കൊത്തുപണികളും ഒക്കെ ആയിട്ട് നമ്മൾ ആ അമ്പലത്തിനകത്തേക്ക് കയറുമ്പം തന്നെ നമുക്കൊരു ഒരു പീസ്ഫുൾ അന്തരീക്ഷമായിരിക്കും കിട്ടുന്നത്. ഞാൻ പിന്നെ ഓടിച്ചാടിയുള്ള ഈ ഒരു ഓട്ടം എന്ന് പറയുന്നത് എനിക്ക് അന്ന് വൈകിട്ട് 4 മണിക്കായിരുന്നു ട്രെയിൻ തിരിച്ച് തൃശ്ശൂർക്ക്. അതുകൊണ്ട് എനിക്ക് തൃശ്ശൂർക്കും അല്ല, അവിടെ നിന്ന് തിരുവനന്തപുരത്ത് വന്നിട്ട് തിരുവനന്തപുരത്ത് നിന്നാണ് ഞാൻ പിന്നെ തൃശ്ശൂർക്ക് പോയത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്താനുള്ള ധൃതിക്ക് ആണുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു. പക്ഷെ ഒട്ടും മനസ്സില്ലായിരുന്നു കേട്ടോ വീട്ടിൽ പോകാൻ. കാരണം വെക്കേഷനാണ്, അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്, പിള്ളേരുണ്ട്, എല്ലാവരും അവിടെയാണ് എന്നൊക്കെയുള്ളൊരു ഒരു ഒട്ടും മനസ്സില്ലാതെയാണ് ഞാനന്ന് വീട്ടിലേക്ക് പോയത്. തിരുനെൽവേലിയിൽ തന്നെ മറ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഇരുട്ടുക്കട ഹൽവ. അതായത് ഇരുട്ടുക്കട എന്ന് പറഞ്ഞാൽ ഇരുണ്ട കട എന്നാണ്. ഇരുട്ടുക്കട ഹൽവ അതായത് ഗോതമ്പ്, പഞ്ചസാര, നെയ്യ് എന്നിവ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന അതിസ്വാദിഷ്ടമായ ഹൽവയാണിത്. ഇത് ഭയങ്കര സോഫ്റ്റാണ് ഈ ഹൽവ ശരിക്കും. ഹൽവ ഓക്കെ. ഈ അപ്പൂപ്പൻ്റെ ഫോട്ടോ, ഈ അപ്പൂപ്പൻ കണ്ടുപിടിച്ചായിരിക്കും ഈ ഹൽവ. ഇത് അമ്പലത്തിൻ്റെ പേര് വെച്ചിരിക്കുന്നതാണ്. അവരിങ്ങനെ സേഫായിട്ട് ലോക്കറിലാണ് വെച്ചിരിക്കുന്നത്. അതിലുണ്ടാവും.
ഞങ്ങൾ ഒരു പഴക്കട ഉണ്ട്, പഴം മേടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. നല്ല ഫ്രഷ് നാടൻ പഴം. ഭയങ്കര ചൂടാണ് നമുക്ക്. ഓക്കെ, കയറിക്കോ. പഴം മേടിച്ചു. ഇവിടെ തൂക്കിയിടാ ചതിങ്ങുണ്ടോ? വേണ്ട, തൂക്കിയിടാൻ പറ്റത്തില്ല. ബേക്കറി ചെന്നിട്ട് അകത്ത്. എടുക്കുന്നുണ്ടല്ലോ അല്ലേ? നല്ല വഴിയാണ്, നല്ല രസമുണ്ട് ഇത് കാണാൻ. ഇവിടെ എല്ലാം പഴക്കാരുണ്ട് കേട്ടോ, പഴക്കച്ചവടക്കാരുണ്ട്. പാർട്ടി ഹാൾ അതല്ലേ? ഒന്ന് കുടിക്കാൻ വല്ലതും കിട്ടുമോ? പിന്നെന്താ, ലെഫ്റ്റോട്ട് കയറി വേണേ കിട്ടും. ആപ്പിൾ, ഓറഞ്ച്, പൈനാപ്പിൾ, സാത്തുകുടി എന്തോന്ന് എനിക്കറിയില്ല. ഓക്കെ, ഏത് വേണം പറഞ്ഞു. അപ്പോൾ നമുക്ക് പിന്നെ നമ്മളിപ്പോൾ ഇരിക്കുന്നത് അരുവി എന്ന് പറയുന്ന ബേക്കറിലാണ്. നമ്മളെല്ലാവരും അരുവിയുടെ എന്തൊക്കെയാ ചേച്ചി നമ്മൾ കണ്ടിരിക്കുന്നത്? അരുവിയുടെ ഐസ്ക്രീമോ? അല്ല, അരുവിയുടെ ഇതാണ് റോസ് മിൽക്ക്. റോസ് മിൽക്ക് മതി. ആ, എനിക്ക് റോസ് മിൽക്ക് വേണം. ഒരു സാത്തുകുടി. മേഡം മലയാളി? ഐസ് വേണ്ട. എൻ്റെ വീട് എവിടെ? കോട്ടയം. ഞാൻ മുണ്ടക്കയം. മുണ്ടക്കയാണ്, പക്ഷെ ഞങ്ങൾ താമസിക്കുന്നത് തൃശ്ശൂരാണ്. ഇവിടെ ചേട്ടൻ്റെ വീട് വന്നത്. ഇവിടെ ചേട്ടൻ ഇവിടെയാണ് താമസിക്കുന്നത്. ഫാമിലി കോട്ടയത്താണ്. അപ്പോൾ എങ്ങനെ വീക്കെൻഡിൽ പോവോ? ശരി ശരി ശരി, ഓക്കെ. 100 ഗ്രാം. പക്ഷേ ഇതെടുക്കാം. പിന്നെ ഇതും കൂടി, ഇത് പയറിൻ്റെ സാധനം കൂടി. അതെ അതെ അതെ. ടേസ്റ്റ് ചെയ്യുന്നോ? ബൈ ബൈ അമ്മസ, ബൈ. ഓക്കെ ജോജോ, അത് പോട്ടോ. ഓക്കെ, വഴക്കുണ്ടാക്കില്ലേ കേട്ടോ അമ്മസ. അയ്യ അമ്മസ കൂട്ടാ, വഴക്കുണ്ടാക്കല്ലേ പോന്നെ. അയ്യ ഓക്കെ. ഓക്കെ ബൈ. ശരി എന്നാ, ഓക്കെ.